പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എല്ലാവർക്കും നമസ്കാരം. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഞാനിപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ വരുന്ന കാര്യം, ഒരു സ്ഥലത്ത്, ഉത്സവ സ്ഥലത്ത് ഒരു വയസ്സായ ഒരു അപ്പച്ചൻ അതിൻ്റെ ഫ്രണ്ടിൽ നിന്നപ്പോൾ അവിടെ അടുത്ത് നിന്ന ഒരു പുള്ളിക്ക് ഇതൊരു ബുദ്ധിമുട്ടായി. അങ്ങനെ ആ പുള്ളിക്കാരൻ ആ അപ്പച്ചനോട് ഒരു ക്ഷമയും കാണിക്കാതെ അവിടെ കിടന്ന കസാര എടുത്ത് ആ പുള്ളിയുടെ ദേഹത്ത് മാറി മാറി അടിക്കുന്ന ഒരു വീഡിയോ ആണ് കണ്ടത്. സഹോദരങ്ങളെ, ഒരു വയസ്സായ അപ്പച്ചനെ ഇത്ര ക്രൂരമായി അടിക്കാൻ അയാൾ എന്തൊരു തെറ്റാണ് ചെയ്തത്? നമ്മൾ കുഞ്ഞായിരിക്കുമ്പോൾ നമ്മുടെ അച്ഛൻ നമ്മളെ കൊണ്ടു നടക്കുന്നു, നമ്മളെ താലോലിക്കുന്നു, നമുക്ക് ഉമ്മ തരുന്നു, നമ്മളുടെ അടുത്ത് ഒരുപാട് കോമഡികളൊക്കെ കാണിക്കുന്നു, നമ്മളെ ചിരിപ്പിക്കുന്നു, നമ്മളെ കളിപ്പിക്കുന്നു. ആ അച്ഛൻ നമ്മളെ കൊണ്ടു നടക്കുന്നു. നമ്മളെ പിടിച്ച് നടക്കാൻ പ്രായമാകുമ്പോൾ ആ അച്ഛൻ നമ്മളെ കൈപിടിച്ച് നടത്തുന്നു. നമ്മളെവിടെയെങ്കിലും മറിഞ്ഞു വീണാൽ അച്ഛൻ കാണണേ ഓടി വന്ന് പൊക്കിയെടുത്ത് നമ്മളെ എവിടെയാണ് വീണെന്നൊക്കെ നോക്കിക്കൊണ്ട് നമ്മളെ തടവുന്നു. നമ്മളെ ദേഹത്തുള്ള മണ്ണും പൊടിയൊക്കെ തട്ടിക്കളയുന്നു. എന്നിട്ട് അച്ഛൻ നമുക്ക് ഉമ്മയൊക്കെ തന്ന്, ആ മോനെ നീ കരയണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ആ അച്ഛൻ നമ്മളെ കൊണ്ടു നടക്കുന്നു. നമ്മളെ കാലോ കയ്യോ എല്ലാം മുറിഞ്ഞാൽ ഉടനെ ഓടി മരുന്ന് വയ്ക്കാനോ അല്ലെങ്കിൽ ആശുപത്രിയിലോ കൊണ്ടുപോകുന്ന ആ അച്ഛൻ നമ്മളെ അങ്ങനെ കൊണ്ടുപോകുന്നു. എന്നിട്ട് അച്ഛൻ ജോലിക്ക് പോകുന്നു. ആ അച്ഛൻ പണിയും കഴിഞ്ഞ് വരുമ്പോൾ എല്ലാ അച്ഛന്മാരും എല്ലാം നല്ല അച്ഛന്മാരെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. കാര്യം ഒരുപാട് അച്ഛന്മാർ ജോലിയും ചെയ്തിട്ട് വെള്ളം ഓടിച്ച് ഓടയിലും റോട്ടിലും കിടക്കുന്നുണ്ട്. കുഞ്ഞുങ്ങൾ വീട്ടിൽ പട്ടിണിയാണ്. അതുകൊണ്ട് എല്ലാ അച്ഛന്മാരെ കുറിച്ചല്ല, നല്ല അച്ഛന്മാരും ഒരുപാട് അച്ഛന്മാരുണ്ട്. എന്നിട്ട് ഈ അച്ഛൻ ജോലി കഴിഞ്ഞ് പണി കഴിഞ്ഞ് പൈസയും മേടിച്ചു. ആ പൈസ കൊണ്ട് വീട്ടിലാവശ്യമുള്ള പലവ്യഞ്ജന സാധനങ്ങളും പച്ചക്കറി സാധനങ്ങളും മേടിച്ചിട്ട് പിന്നെ ആ മക്കൾക്ക് വേണ്ടി കടയിൽ നിന്നും കേക്കും അച്ചപ്പവും മുറുക്കും നെയ്യപ്പവും ഉണ്ണിയപ്പവും ഒക്കെ ആ പുള്ളിക്ക് ഇഷ്ടപ്പെട്ട എല്ലാം മേടിക്കുന്നു മക്കൾക്ക് വേണ്ടി. ഇതെല്ലാം മേടിച്ചു കൊണ്ടുവരുന്നു. വീട്ടിൽ കൊണ്ടുവന്ന് മക്കൾക്ക് കൊടുക്കുന്നു. മക്കൾ കഴിക്കുന്നു. പലവ്യഞ്ജന സാധനങ്ങൾ ഭാര്യ എടുക്കുന്നു. അങ്ങനെ മക്കൾ വലുതായത് വരുന്നതനുസരിച്ച് അവർ ആ മക്കളെ വളർത്തുന്നു. പിന്നെ അച്ഛൻ ജോലി ചെയ്യുന്ന സ്ഥലത്ത് മോൻ ഇത്തിരി വളർന്ന് പരുവായപ്പോൾ ആ മോൻ അച്ഛൻ്റെ അടുത്തുള്ള സ്നേഹം കൊണ്ട് ആ അച്ഛനെ കാണാൻ വേണ്ടി ആ പണിസ്ഥലത്ത് ചെല്ലുന്നു. അപ്പോൾ അച്ഛൻ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന കണ്ടു. അപ്പോൾ മോൻ ആ റോഡിൻ്റെ ഫ്രണ്ടിൽ വന്നിട്ട് അച്ഛാ എന്നൊരു വിളിച്ചു. അപ്പോൾ അച്ഛൻ നോക്കിയപ്പോൾ എൻ്റെ മോനാണ്. മോനെ നീ എന്തിനാ ഇവിടെ വന്നത്? അച്ഛനെ കാണാൻ വേണ്ടി വന്നതാ. അപ്പോൾ അച്ഛൻ എന്ത് ചെയ്യും? ഓടി ഇറങ്ങി വന്ന്, മോനെ നീ എന്ത് വന്നേ? ഞാൻ ഇവിടെ പണി ചെയ്തുകൊണ്ടിരിക്കില്ലേ? അച്ഛനെ കാണണം തോന്നി. അങ്ങനെ ഞാൻ ഓടി ഇവിടെ വന്നു. അപ്പോൾ അച്ഛൻ എന്ത് ചെയ്യും? അടുത്ത് കടവെല്ലാം ഉണ്ടെങ്കിൽ ആ കടയിൽ കൊണ്ടിരുത്തി അവിടെ നിന്നും കഴിക്കാൻ വേണ്ടി ചിലപ്പം പൊറോട്ട ഇറച്ചി മേടിച്ച് തരും. ചിലപ്പോൾ പുട്ടും പഴവും പപ്പടവും പയറും എല്ലാം മേടിച്ച് തന്ന്, പാലും മേടിച്ച് തന്ന്, മക്കൾ നീ കഴിയും എന്ന് പറഞ്ഞ് ആ അച്ഛൻ അവിടെ ഇരുത്തും. എന്നിട്ട് അച്ഛൻ പറയും, എനിക്ക് ജോലിയുണ്ട്, ഞാൻ ജോലിക്ക് പോവുകയാണ്, നീ ഇവിടെ നിന്ന് കഴിച്ചിട്ട് ആ ജോലി സ്ഥലത്തോട്ട് വാ. അപ്പോൾ അമ്മ കൊണ്ടുകൊണ്ട് ഒരുമിച്ച് വീട്ടിൽ പോവാം കേട്ടോ. അപ്പോൾ ഇവിടെ നിന്ന് കഴിച്ചോണം കേട്ടോ. ഇനി ആ കടയിലുള്ള ചേട്ടടുത്ത് പറയും, ചേട്ടാ ഇവന് വല്ലതും വേണമെങ്കിൽ അത് കൂടെ കൊടുക്കണേ, അമ്മ വേന നിറച്ച് കഴിക്കട്ടെ എന്ന് പറയും. അപ്പോൾ അങ്ങനെയെല്ലാം സ്നേഹിച്ച് ആ മോൻ വളർന്ന് വലുതാവുന്നു. അവൻ പിന്നെ ജോലിക്ക് പോകുന്നു. പിന്നെ അവൻ ആ അച്ഛനെ നോക്കിയില്ലെങ്കിൽ നോക്കിയില്ല. പിന്നെ അവൻ്റെ കാര്യം നോക്കി പോകുന്നു. ആ അച്ഛൻ പിന്നെ വയസ്സാവുന്നു. ആ അച്ഛൻ വയസ്സായാൽ പിന്നെ ചില ആൾക്കാർ പറയുന്നുണ്ട്, സ്ത്രീയാണെങ്കിലും പുരുഷനാണെങ്കിലും വയസ്സായി കഴിഞ്ഞാൽ കൊച്ചു പിള്ളേരെ പോലെ ആവുമെന്ന് പറയുന്നുണ്ട്. പിന്നെ അവർ ചെയ്യുന്ന കാര്യങ്ങൾ അവർക്ക് ഓർമ്മയില്ല. അവർ പിന്നെ എന്ത് ചെയ്യുന്ന അവർക്ക് തന്നെ അറിഞ്ഞുകൂടാ. അങ്ങനെ പോകുന്ന അവസ്ഥയാണ്. റോട്ടിൽ കിടക്കും, വീട്ടിൽ കിടക്കും. പിന്നെ മക്കൾ പറയും പോലെ കേൾക്കത്തില്ല. കാര്യം അവർക്കൊന്നും ഓർമ്മയില്ല. അവർക്ക് പിന്നെ വയസ്സാകുമ്പോൾ ചിലപ്പോൾ ദേഷ്യം കാണും. അവർക്ക് പിന്നെ അവരെന്തൊക്കെ അവർ വായി തോന്നി വിളിച്ച് പറയും. കാര്യം കൊച്ചു കുഞ്ഞുങ്ങളെ പോലെ ആവും. ആ സമയത്ത് ആ അച്ഛന്മാരെ കൊണ്ടുവന്ന്, അമ്മയായാലും അച്ഛനായാലും, അവരെ കൊണ്ടുവന്ന് അവിടെ ഇവിടെ കൊണ്ട് കളയാനും, അവരെ കൊണ്ട് ഉപേക്ഷിക്കാനും, അവരെ പിന്നെ വീട്ടിയിട്ട് അടിക്കാനും, അവരെ വീട്ടിയിട്ട് ഇടിക്കാനും ഇങ്ങനെയൊക്കെ ചെയ്യുന്ന മക്കൾ. സഹോദര, നിൻ്റെ കുഞ്ഞും പ്രായത്തിൽ നിൻ്റെ അച്ഛൻ നിന്നെ ഏതെല്ലാം രീതിയിൽ നോക്കിയതാണ്, ഏതെല്ലാം രീതിയിൽ നിന്നെ സ്നേഹിച്ചതാണ്, അതിൻ്റെ ഒരു ശകലമെങ്കിലും നിനക്ക് തിരിച്ചു കൊടുത്തൂടെ?
ഈ വയസ്സാം കാലത്ത് അവരെ നിനക്ക് സന്ദർശിച്ചുകൂടെ? ഈ വയസ്സാം കാലത്ത് അവരെ നിനക്ക് സ്നേഹിച്ചുകൂടെ? അവരിനി ഒരുപാട് ദിവസമൊന്നും ഇവിടെ ഇല്ല. അവർ കുറച്ച് ദിവസമാണ് ഇവിടെ ഉള്ളത്. അവരൊക്കെ ഇനി എന്തെങ്കിലും അസുഖം വന്നവർ മരിക്കും, ഇല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതി അവർ മരിക്കും. അവർ ജീവിച്ചിരിക്കുന്ന നാൾ വരെ സന്തോഷത്തോടും സമാധാനത്തോടും ആ അച്ഛനെയും അമ്മയും നിനക്ക് നോക്കാൻ കഴിയത്തില്ലേ? നീ എന്തിനാണ് ഈ അച്ഛനെയും അമ്മയും ഈ രീതിയിൽ ദ്രോഹിക്കുന്നത്, ഈ രീതിയിൽ അവരെടുത്ത് പ്രതികരിക്കുന്നത്? നിനക്ക് ദോഷമായി അവരെന്താണ് ചെയ്തത്? സഹോദര, അവർ വയസ്സായി, അവരിനി കുറച്ച് നാൾ മാത്രമേ ഇവിടെ ജീവിക്കുന്നുള്ളൂ. അതുകൊണ്ട് അവരെ സ്നേഹിക്കണം, അവർക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യണം. ഈ സഹോദരൻ ആ കണ്ട വയസ്സായ അപ്പച്ചനെ കസാരയെടുത്ത് അടിച്ചു. സഹോദര, നിൻ്റെ വീട്ടിലും ഒരച്ഛനില്ലേ? ആ അച്ഛനെ നീ ഇങ്ങനെ അടിക്കുമോ? നീ ഇങ്ങനെ ആ അച്ഛനെ അടിക്കുമെങ്കിൽ നിനക്ക് സ്വയബോധമില്ല, നിനക്ക് മാനസികമായിട്ട് എന്തൊരു പ്രശ്നമുണ്ട്. നിന്നെ ആശുപത്രി കൊണ്ടുപോയി ചികിത്സിക്കണം, ഇല്ലെങ്കിൽ നിന്നെ ജയിലിൽ കൊണ്ടുവരണം. അവിടെ കൊണ്ടിട്ട് അവിടെ കിടക്കുന്ന ആൾക്കാരെ നിന്നും രണ്ടിടിയും പോലീസുകാരുടെ കയ്യിൽ നിന്ന് രണ്ടിടിയും കൊള്ളുമ്പോൾ ചിലപ്പോൾ നീ നന്നാവും. അങ്ങനെ നന്നായില്ലെങ്കിൽ നിനക്ക് ചികിത്സ ചെയ്യണം, എന്നാൽ നീ നന്നാവും. എന്നിട്ടും നന്നായില്ലെങ്കിൽ നീ ദൈവത്തോട് പ്രാർത്ഥിക്കണം. നിൻ്റെ ഹൃദയത്തിൽ യേശു നിൻ്റെ ഹൃദയത്തിൽ വന്നാൽ, യേശു നിൻ്റെ ഹൃദയത്തിൽ വന്നാൽ നിനക്ക് രൂപാന്തരങ്ങളുണ്ടാവും. നിൻ്റെ ഹൃദയത്തിനകത്ത് ഒരുപാട് വ്യത്യാസങ്ങളുണ്ടാവും. നീ യേശുവിൽ വിശ്വസിച്ചാൽ, നീ ദൈവത്തിൻ്റെ വചനം അനുസരിച്ചാൽ നിൻ്റെ ജീവിതത്തിൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ടാവും. എന്നാൽ പള്ളി പോണവരും അടിക്കുന്നില്ലേ പിടിക്കുന്നില്ലേ എന്നൊക്കെ ചോദിച്ച സഹോദര, പള്ളി പോണവൻ അവൻ്റെ ഹൃദയത്തിൽ യേശുവില്ല. അവൻ പള്ളി പോണെന്ന് മാത്രമേ ഉള്ളൂ, പള്ളി ആരാധിക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ. അവൻ്റെ ഹൃദയത്തിൽ യേശു ഇല്ലാത്തതുകൊണ്ട് അവനും തോന്നിയതുപോലെ ജീവിക്കും. യേശു നിൻ്റെ ഉള്ളിൽ യേശു പൂർണ്ണമായി ഉണ്ടെങ്കിൽ നീ ഒരുത്തനെ അടിക്കത്തില്ല, നീ ഒരുത്തനെ ചീത്ത വിളിക്കത്തില്ല, ആർക്കും ദോഷമായി നീ ഒന്നും ചെയ്യത്തില്ല. സഹോദര, നീ ആ വയസ്സായ ആളിനെ അടിച്ചത് വളരെ മോശമായിപ്പോയി, അത് വളരെ തെറ്റായിപ്പോയി. അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. ഇനിയെങ്കിലും നിനക്ക് ബുദ്ധി ഉണ്ടാവട്ടെ. ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ. ഓക്കെ.